വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവല്, ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്നും അവിടെ ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയ ആണ്, അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ 100% ആക്യുറസി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി മറ്റൊരു കാര്യം, പല ആളുകളും വീഡിയോസ് കാണുന്ന ആളുകൾ പലരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് പ്രൈസ് റേഞ്ച്, ഓരോ മൂവ്മെന്റിന്റെയും പ്രൈസ് റേഞ്ച് പറയാത്തതെന്നുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 അവറിൽ നമ്മൾ കൃത്യമായിട്ട് പ്രൈസ് റേഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം പ്രൈസ് റേഞ്ച് ആണ്. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ചിട്ട് വേണം നിങ്ങൾ മറ്റു ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ടത്. നമുക്കെല്ലാം സ്പൂൺ ഫീഡിങ് തരാൻ കഴിയില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് നന്നായി പഠിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തണം. ട്രേഡിന്റെ അനാലിസിസിനെ 100% വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങളുടേതായ നിഗമനങ്ങളിൽ ആയിരിക്കണം ട്രേഡ് എടുക്കേണ്ടത്. ഈ ഒരു ട്രേഡ് റൂട്ട് എന്ന് നടത്തുന്ന അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രേഡ് റൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ള ആളുകൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് റൂട്ടിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. ഇന്ന് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ടൊന്ന് പോയിട്ടുണ്ട്. മുകളിലോട്ടൊന്ന് പോയിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് എത്താൻ സാധ്യതയുള്ള ഈ ലെവലാണ്. ആ ലെവലിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റ് എത്താനുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലത്തെ ക്യാൻഡലിനെ മാർക്കറ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്തേക്കാം. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട്. വീണ്ടും കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. സോ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ കാര്യങ്ങൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. ഇന്ത്യൻ സമയം 5:45 PM ന്യൂസ് വരുന്നത്. അതിന്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് 37Kയും ഫോർകാസ്റ്റ് 99K ആണ്. വളരെ വലിയ വ്യത്യാസത്തിൽ ഉള്ളൊരു ഫിഗറാണ് വരുന്നത്. ഇനി അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് പ്രീവിയസിനേക്കാളും ഫോർകാസ്റ്റിനേക്കാളും മുകളിൽ നല്ലൊരു ഫിഗർ വരികയാണെങ്കിൽ കറൻസിക്ക് ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. അതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ കാണാം, ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം, വളരെ വലിയ വ്യത്യാസത്തിൽ റിസൾട്ട് വരുന്ന ഒരു ന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർകാസ്റ്റ് വലിയൊരു ഫിഗർ തന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു മുൻധാരണയോട് കൂടിയിട്ട് ഇരിക്കാതിരിക്കുക. മാർക്കറ്റിൽ എങ്ങനെയാണ് ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ന്യൂസ് വരുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡിലേക്ക് നോക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഒന്നാമത്തെ ചാർട്ടിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് പലതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏരിയാസിനെ ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. സപ്പോർട്ട് ഏരിയയുടെ നോട്ട് ചെയ്യാം. 3245.236 ആൻഡ് 3266.380.
3296.587 and 3311.690. അടുത്തത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈ ആണ് റെസിസ്റ്റൻസ് വരുന്നത്. അത് വരുന്നത് 3345.522 ആൻഡ് 3359.417. ഇനി അതുപോലെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 3380.516, 3394.456. അടുത്തത് എന്ന് പറയുന്നത് 3410.164 ആൻഡ് 3423.757 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോയുടെ തുടക്കത്തിലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് 1 അവറിന്റെ പ്രൈസ് ആണ്. ആ ഒരു പ്രൈസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആണ് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ ചാർട്ടിൽ വരച്ചു വെച്ചിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തതായിരുന്നു. നേരത്തെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലൈൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തതായിരുന്നു. അവിടേക്ക് എത്തിയിട്ട് ഒരു ചെറിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് മുകളിലോട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ നിന്നിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഈ റേഞ്ചിൽ നിന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോകാൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവല്. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം, നേരത്തെ 1 അവറിന് മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ലെവലിന്റെ ഏരിയയുടെ മുകളിലേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒരു ബൈ എൻട്രി എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ഹൈ അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനുള്ളതാണ്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ നടക്കാനുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിംഗിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് നന്നായി താഴോട്ടേക്ക് ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത. ഒന്നാമത്തെ സാധ്യത എങ്ങനെയാണ്, ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയി അടുത്ത ടാർഗറ്റായ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരെ എത്താനുള്ള സാധ്യതയാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത റെസിസ്റ്റൻസിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിയാൽ കാണാം, ഈ റേഞ്ചിൽ നോക്കിയാൽ കാണാം ഒരു 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. സപ്പോർട്ട് ഏരിയ മാത്രമല്ല, അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൂടി തന്ന ഏരിയയാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവലിലേക്ക് കൂടി ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപക്ഷെ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഒരുപക്ഷെ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ടിലേക്ക് എടുക്കാം. സപ്പോർട്ടിലേക്ക് എടുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സപ്പോർട്ടിൽ നിന്നിട്ട് ഈ ഒരു ലൈൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിലേക്ക് ഒന്ന് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ഈ സപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു സപ്പോർട്ടാണ്. മാത്രമല്ല വലിയ രീതിയിലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു ലെവലും കൂടിയാണ്. സോ ഇവിടെ വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത മുകളിലോട്ടുള്ള ടാർഗറ്റ്, അതായത് ഈ ലെവലിലേക്ക് എത്താനും സാധ്യത ഉണ്ട്. കൺഫർമേഷൻ ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഇനി ഇതേ പാറ്റേൺ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 മിനിറ്റ്സിന്റെ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് ലെവൽ ഇവിടെയുണ്ട്, ഈ ഒരു ലെവലിലുണ്ട്. ഈ ലെവലിലേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാവുന്നതാണ്. സോ ഈ പറഞ്ഞ ലെവലുകളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഈ ലെവലുകൾ എന്ന് പറയുന്നത് ട്രേഡ് വിട്ട് സ്റ്റുഡൻസിന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവിടെ വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്ത് ട്രേഡ് എടുക്കാനും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പുറത്തുള്ള ആളുകൾക്ക് പലപ്പോഴും ഒരു സ്പൂൺ ഫീഡിംഗ് പോലെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് ട്രേഡിംഗ് വളരെ ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റൊരാൾ പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു അനാലിസിസും കൂടിയിട്ട് ചെയ്യുക. മാത്രമല്ല ഈ ലെവലുകളൊക്കെ ചാർട്ടിൽ വരച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.